ഇപ്പോൾ കുറേ വിദഗ്ധർ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. ആദ്യം ശ്രീ സി ചാക്കുണ്ണി കോഴിക്കോട് നിന്ന് ചേരുന്നു. അദ്ദേഹം വാണിജ്യ വ്യവസായ രംഗത്തെ ഒരു പ്രമുഖനാണ്, റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ തത്സമയം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ സി ചാക്കുണ്ണി, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമാണ്. വലിയ കാര്യമായിട്ടുള്ള നീക്കിയിരിപ്പൊന്നും സംസ്ഥാനത്തിനില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ സംസ്ഥാനത്തെ ഞെരുക്കുന്നു എന്നാണ് നിരന്തരം മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഒരു സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കാനിരിക്കുന്നത്. എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം? പ്രതീക്ഷ വളരെ കൂടുതലാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ്, പണ്ടല്ല ഒരു ബഡ്ജറ്റിൽ, കേന്ദ്ര ബഡ്ജറ്റായാലും സംസ്ഥാന ബഡ്ജറ്റായാലും ജനങ്ങൾക്കൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ ഏറെക്കുറെ അടുത്ത ബഡ്ജറ്റിന് മുമ്പ് പൂർത്തീകരിക്കുമെന്നൊരു വിശ്വാസമായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ആ വിശ്വാസത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരുപാട് പ്രഖ്യാപനങ്ങൾ വരും. എൻ്റെ എളിയ അനുഭവത്തിൽ നിന്ന് നമ്മൾ വരവിനനുസരിച്ച് ചെലവ് ചെയ്യുന്നതായിരിക്കും ഉചിതം. പ്രഖ്യാപിക്കൽ മാത്രമല്ല, അത് വളരെ കൃത്യമായി കൊടുക്കലും വലിയൊരു ഘടകമാണ്. അത് ജനങ്ങൾക്ക്, അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് അത് ബോധ്യപ്പെടണം. ഞാൻ നേരത്തെ ഇവിടെ അങ്ങയുടെ ചർച്ചയിൽ കേട്ടത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നെല്ലാം പറയുന്നതാണ്. വളരെ നല്ല കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്, സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് വളരെ യഥാസമയം വേണ്ട ഇടപെടലിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം പറ്റുന്നത്? എല്ലാ ഗ്ലാമറും പോയില്ലേ. ഒരു ക്ഷേമപെൻഷൻ നമുക്ക് 5 മാസം മുടങ്ങി. ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിയല്ല അത്. അപ്പോൾ നമ്മൾ വാരിക്കോരി പ്രഖ്യാപനങ്ങൾ ഇലക്ഷൻ കണ്ട് നടത്താതെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനാണ് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരും ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം, സാമ്പത്തിക സ്ഥിതി വളരെ നല്ല നിലയിലല്ല. കേന്ദ്രത്തിൽ നിന്ന് വിഹിതം കിട്ടുന്നില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തോമസ് ഐസക് സാറിൻ്റെ കാലം മുതൽക്ക് തന്നെ പ്രീ ബഡ്ജറ്റ് ചർച്ചകൾ നടത്താറുണ്ട്. അത് മുടങ്ങാതെ നടത്തിയിട്ട് ശ്രീ KN ബാലഗോപാൽ സാറ് നവംബർ 2 മീറ്റിംഗ് യോഗം നടത്തി. അതിൽ വ്യത്യസ്ത മേഖലയിലുള്ളവരെല്ലാം പങ്കെടുക്കുകയും വളരെ വ്യക്തമായും കൃത്യമായും അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നല്ല ഒരു അതാണ്. അതിന് പുറമെയാണ് നവകേരള സദസ്സിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടനകൾ കൊടുത്ത എല്ലാ നിർദ്ദേശങ്ങളുടെയും ഫോളോ അപ്പ് ഉണ്ടാക്കുന്നുണ്ട്, മറുപടി വരുന്നുണ്ട്, നടപടികളൊന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. വലിയ വൻകിട വ്യവസായങ്ങൾക്കോ മറ്റോ ഒരു അനുയോജ്യമായ സംസ്ഥാനമല്ല. പല കാരണങ്ങളെ കൊണ്ട് കാർഷിക മേഖല ഉൾപ്പെടെ ഇവിടുത്തെ ഉൽപ്പാദനത്തിന് വളരെ കൂടുതലാണ്. ഞാൻ കമ്പനിയെ പ്രതിനിധീകരിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ വേതനം ഞാനതിന് ന്യായീകരിക്കില്ല. ഇത്ര ഉയർന്ന വേതനം വേറെ എവിടെയില്ല. ഇത്ര ഉയർന്ന നികുതി നിരക്കുകൾ ഏറെയില്ല. GST കൊണ്ടുവരുമ്പോൾ വളരെ ആർഭാടമായിട്ടാണ് നമ്മുടെ കേരള സർക്കാരാണ് ആദ്യം സാധനം ചെയ്തത്. അതിൻ്റെ വശങ്ങൾ പഠിക്കാതെ എടുത്തു ചാടിയ GST നടപ്പാക്കിയതാണ് ഈ പ്രതിസന്ധിക്ക് ഒരു ചെറിയ അളവ് വരെയുള്ള പ്രയാസങ്ങൾ. ശരി ശ്രീ ചാക്കുണ്ണി, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് GSTയെ സംബന്ധിച്ചുള്ളത്. GST വിഹിതം സംസ്ഥാനത്തിന് വേണ്ട രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് നിരന്തരം കേൾക്കുന്ന ഒരു ആക്ഷേപമാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്ങുംപള്ളി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വസന്ത്, ഈ കേന്ദ്രം ഇങ്ങനെ കേരളത്തെ ഞെരുക്കുന്ന ഒരു സാഹചര്യം, അതിൽ UDFും LDFും ഒക്കെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമല്ലേ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ? ആ രീതിയിലൊക്കെ കോൺഗ്രസിന് ചിന്തിച്ചുകൂടെ? രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന്, കേന്ദ്രം GST വിഹിതം കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. KN ബാലഗോപാൽ ഏറ്റവും ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്?
GST കോമ്പൻസേഷൻ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. നമ്മൾ കേന്ദ്രത്തെ കണ്ണുമടച്ച് വിമർശിക്കാൻ പറ്റില്ലല്ലോ. ചില കാര്യങ്ങളിൽ നമ്മൾ വ്യക്തത വരുത്തണം. അതായത് എന്തിനാണ് കേന്ദ്രത്തോട് ഒരു സോഫ്റ്റ് കോർണർ? അല്ല, കേന്ദ്രത്തോട് യാതൊരു സോഫ്റ്റ് കോർണറും ഇല്ലെന്ന് കേൾക്കൂ, എന്താണെന്ന് കേൾക്കൂ. അതായത് GST കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് 2022 വരെ കേരളമടക്കം GST ഇനത്തിൽ നഷ്ടമുണ്ടാവുന്ന സംസ്ഥാനങ്ങൾക്ക് കോമ്പൻസേഷൻ 5 വർഷത്തേക്ക് കൊടുക്കാമെന്ന് കേന്ദ്രം തീരുമാനിച്ചു. അതായത് 57,000 കോടിയാണ്. അത് അവർ കൊടുത്തു തീർക്കുകയും ചെയ്തു. ബാലഗോപാലിന്റെ ആദ്യത്തെ വാദം 2022 ശേഷം, അതായത് 6ാമത്തെ വർഷം കോമ്പൻസേഷൻ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ വാദം. അത് നിർമ്മലാ സീതാരാമൻ വന്ന് അവരുടെ പ്രസംഗത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പൊളിഞ്ഞു. പിന്നീട് പറയുന്നത് GST വിഹിതം കിട്ടാനുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ എടുക്കേണ്ട നടപടികൾ എന്താണ്? ഒന്ന്, പാർലമെന്റിൽ അവതരിപ്പിക്കണം. ആരെങ്കിലും പാർലമെന്റിൽ ഇടതു പ്രതിനിധികൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ചോദിച്ചത് കോൺഗ്രസ് പ്രതിനിധിയാണ് പാർലമെന്റിനുള്ളിൽ, ലോക്സഭയിൽ. രണ്ടാമതായി GST കൗൺസിലിൽ ഈ വാദം എപ്പോഴെങ്കിലും കേരളത്തിന്റെ ഏതെങ്കിലും പ്രതിനിധി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. GST കൗൺസിലിൽ കോൺഗ്രസ് ഇല്ല. കാര്യം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് മെമ്പർമാരില്ല. കാര്യം അതാത് സംസ്ഥാനങ്ങളിൽ ധനമന്ത്രിമാരുടെ യോഗമാണ്. അതുകൊണ്ട് നമ്മളില്ല, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. 3, കേന്ദ്ര ധനകാര്യമന്ത്രിയെ സമീപിച്ച് ഈ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇതുവരെ ഇല്ല എന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസ് എംപിമാർ കഴിഞ്ഞ ദിവസം കണ്ടതിന് പുറത്താണ് 3800 കോടി രൂപ റിലീസ് ചെയ്യാൻ അവർ തയ്യാറായത്. 4, ഇവർക്കെതിരെ സമരം പ്രഖ്യാപിച്ചല്ലോ. എവിടെ എത്തി സമരം ലിബിഷയും? സമരം ചെയ്യാൻ പോയത് തന്നെ പാർലമെന്റ് വളപ്പിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ അപ്പുറത്ത് നരേന്ദ്രമോദി ചായ കുടിക്കാൻ പോലും പോകത്തില്ലാത്ത, നരേന്ദ്രമോദിയുടെ SPG ഉദ്യോഗസ്ഥൻ മോർണിംഗ് വാക്കിന് പോലും നടന്നു പോകാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സമരം പ്രഖ്യാപിച്ചു. സമരം പ്രഖ്യാപിക്കുമ്പോൾ ആ സമരവേദി വളരെ പ്രധാനപ്പെട്ടാണല്ലോ. ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നതെന്നുള്ളത് വളരെ കൃത്യമാണല്ലോ. അപ്പൊ അദ്ദേഹം നടക്കുന്നു പോകുന്ന, അല്ലെങ്കിൽ അദ്ദേഹം കാണുന്ന രീതിയിൽ വേണേ സമരം ചെയ്യാൻ. ആ സമരമന്ത്രിലല്ലേ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അവിടെ സമരം നടക്കുന്ന സ്ഥലമല്ലേ? അല്ല കേൾക്കുന്നേ. അതിന് തൊട്ടു മുമ്പ് 2 തവണ നരേന്ദ്രമോദി കേരളത്തിലെത്തി. ഒരു തവണ മുഖ്യമന്ത്രി കരം ഗ്രസിച്ച് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കൊച്ചിയിൽ അദ്ദേഹത്തെ യാത്രയാക്കിയില്ലേ? ആ സമയത്തൊന്നും ആവശ്യപ്പെടാമായിരുന്നല്ലോ, ഇതുപോലെ ഒരു പ്രശ്നം കേരളം നേരിടുന്നുണ്ട്, അങ്ങയുടെ ശ്രദ്ധ ഇതില്ലാത്തുണ്ടാവണം എന്ന് പറയാമായിരുന്നല്ലോ. ലാസ്റ്റ് സമരം പ്രഖ്യാപിച്ചിട്ട് ലിബീഷെ സമരം നടക്കുന്ന സ്ഥലം തന്നെ, പക്ഷെ അവിടെ സമരമാണോ നടക്കുന്നത്? നടന്നോ? അവിടെ എന്താണുള്ളത്? അതൊരു പൊതു സമ്മേളനമാക്കി മാറ്റി. അപ്പൊ ഇവർ കേരളത്തിന്റെ പൊതുജനങ്ങളുടെ മനസ്സിൽ മുമ്പാകെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു പണിയും ചെയ്യാൻ വേണ്ടി ഇവർ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് നോക്കൂ, കഴിഞ്ഞ ബഡ്ജറ്റ്, ഇപ്പൊ നേരത്തെ ചാക്കുണ്ണി സാറ് പറഞ്ഞതുപോലെ ബഡ്ജറ്ററി പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങളിൽ വലിയ കാര്യമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും പ്രഖ്യാപിക്കാം. ഇപ്പൊ നാളെ കേരള വിഷന്റെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നു. ലിബീഷിന് 10 ലക്ഷം രൂപ ഒരു മാസം തന്നേക്കാം എന്ന് പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്, പക്ഷെ തരണ്ടേ? അതുപോലെയാണ് കഴിഞ്ഞ വർഷം ഈ ബഡ്ജറ്റിൽ ഉണ്ടായ ഒരു പ്രഖ്യാപനമാണ് 2 രൂപ അധിക സെസ്. ആ സെസ്സിന് ഇവർ ഒരു ഓമന പേര് വിട്ടു, എന്താണ്? സാമൂഹിക സുരക്ഷാ പെൻഷൻ, സാമൂഹിക സുരക്ഷാ സെസ്. എന്നിട്ട് ആ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് 12ാമത്തെ മാസമാണ്. ഈ 12 മാസത്തിനിടയിൽ 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. 5 മാസം നോക്കൂ. ആ 2 രൂപ അധിക സെസ് പിരിച്ചെടുത്തത് സർക്കാരിൽ എത്തിയിട്ടില്ല എന്ന് CNDG റിപ്പോർട്ടുണ്ട്. 68% ഇപ്പോഴും സർക്കാരിലേക്ക് എത്തിയിട്ടില്ല. ഇത് പിരിച്ചെടുക്കാൻ കഴിവില്ലാത്തവർ ഇത് പ്രഖ്യാപിക്കാമായിരുന്നു. രണ്ടാമത്, ചില ഉട്ടോപ്യൻ സാമ്പത്തിക നയങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറയാം. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇവർ പ്രഖ്യാപിച്ചത് 2000 കോടി രൂപ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയായിരുന്നു. ലിബിഷെ, 2000 കോടി രൂപ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി പ്രഖ്യാപിച്ച അതേ സർക്കാർ ഈ 2 രൂപ അധിക സെസ് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ഈ 2 രൂപ അധിക സെസ് പ്രഖ്യാപിച്ചപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ അതിനോട് ചേർത്ത് പറഞ്ഞൊരു വാക്യമുണ്ട്. ആ ബഡ്ജറ്റ് മുഴുവൻ വായിച്ച് അങ്ങേക്ക് മനസ്സിലാവും. അതായത് അവർ പറയുന്നത് ഈ 2 രൂപ അധിക സെസ്സിൽ നിന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നത് 2000 കോടി രൂപയാണ്. ഈ 2 രൂപ അധിക സെസ് പ്രഖ്യാപിച്ചുകൊണ്ട്, പെട്രോളിയം പ്രൈസസിന്മേൽ 2 രൂപ അധിക സെസ് പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാരിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് 2000 കോടി രൂപയാണ്. അപ്പൊ നോക്കൂ, 2 രൂപ അധിക സെസ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും പെട്രോളിയം പ്രൈസസിന്മേലാകുമ്പോൾ അത് 25,000 കോടി രൂപയുടെയെങ്കിലും മിനിമം, ഇതിന്റെ സാമ്പത്തിക വിദഗ്ധരുണ്ടെങ്കിൽ അവരത് കറക്റ്റ് ചെയ്യട്ടെ, 25,000 കോടി രൂപയുടെയെങ്കിലും വിലക്കയറ്റം ഉണ്ടാക്കുമെന്നുള്ള സാമാന്യ ബോധം ധനമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ 2 രൂപ അധിക സെസ് ഒഴിവാക്കിക്കൊണ്ട് 2000 കോടി രൂപ വിലക്കയറ്റത്തിനും. ശ്രീ വസന്ത്, അങ്ങനെ ഒരു നമ്മളൊരു സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു സെസ് ഏർപ്പെടുത്തി ഒരു അധിക വിഭവ സമാഹരണം നടത്തുന്നതൊക്കെ അത്ര വലിയ കുറ്റമാണോ? അല്ല ലിബീഷ, ഒരു പ്രശ്നമുണ്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പെട്രോളിയം പ്രൈസസിന്റെ മേൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സെസ് ഉണ്ടാകുമ്പോൾ അത് മാർക്കറ്റിലെ എല്ലാ മേഖലയും ബാധിക്കും, എല്ലായിടത്തും ബാധിക്കും.
കാര്യം അത് വിലക്കയറ്റത്തിലേക്ക് നയിക്കും. ഈ 2000 കോടി രൂപ അധികമായി മാർക്കറ്റിൽ നിന്ന് പെട്രോളിയം പ്രൈസസിൽ നിന്ന് പിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി അതിന്റെ ഒരു 10 ഇരട്ടിയെങ്കിലും, മിനിമം 10 ഇരട്ടിയെങ്കിലും എന്തുണ്ടാവും? വിലക്കയറ്റം ഉണ്ടാവും. ആ മിനിമം 10 ഇരട്ടിയാണ് ഞാൻ പറഞ്ഞത് 20,000 കോടി രൂപ. ആ 20,000 കോടി രൂപയുടെ വിലക്കയറ്റം ഉണ്ടാക്കുന്ന ഒരു ആക്ഷനാണ് ഈ സെസ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതേ ബഡ്ജറ്റിൽ തന്നെയാണ് 2,000 കോടി രൂപ എന്തിനു വേണ്ടി മാറ്റിവെച്ചത്? ഈ പറയുന്ന വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി. ഇത് രണ്ടും കൂടെ അങ്ങ് ക്ലബ് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയാണ് ഈ സെസ് അങ്ങ് ഒഴിവാക്കാമായിരുന്നു. 20,000 കോടി രൂപയുടെ വിലക്കയറ്റം ഉണ്ടാവുന്നത്. വിലക്കയറ്റം എവിടെയാണ് പോയി നിൽക്കുന്നത്? ഈ 2,000 കോടി രൂപ ഏത് മാർക്കറ്റിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് അറിയണ്ടേ? പോലീസ് ജീപ്പിന് പെട്രോൾ അടിക്കാൻ വകയില്ല, കട്ടപ്പുറത്ത് കിടക്കുന്നു. KSRTC ശമ്പളം ഈ കൊടുക്കില്ല. സെസ്സിന്റെ കാര്യത്തിൽ എനിക്ക് ശ്രീ സി ചാക്കുണ്ണിയിൽ നിന്ന് കൂടി അതിന്റെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. ശ്രീ സി ചാക്കുണ്ണി, എന്തായാലും ഈ വിഭവ സമാഹരണം, അധിക വിഭവ സമാഹരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ജനങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഭാരമൊക്കെ വരുന്നത് സ്വാഭാവികമായിരിക്കും. അങ്ങനെയുള്ള സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്തല്ലേ ഒരു ധനമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ? ആദ്യമായി സെസ് ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ നന്ദി പറയാം. ഞാനത് പറയാൻ ഉദ്ദേശിച്ചതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നികുതിക്ക് പുറമെ സെസ് ചുമത്തി വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ഉണ്ടെന്ന് മനസ്സിലാക്കാത്തൊരു അബദ്ധത്തോടെ പറ്റിയിട്ടുണ്ട്. ഈ സെസ് കൊണ്ടുവരുമ്പോഴുള്ള കുഴപ്പം, നമ്മളത് അറിഞ്ഞ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ സെസ് ചുമത്തുന്നത് അത് ഇംപ്ലിമെൻ്റ് ചെയ്തതെന്നിട്ട് ഒരു നിവേദനം കൊടുത്തു, കാര്യകാരണ സഹിതം. അത് വരുമാനം വർദ്ധിപ്പിക്കാനാണ് ചെയ്തത്. ബലത്തിൽ എന്താണ് ഇവിടെ ഉണ്ടായത്? താരതമ്യേന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന നികുതി നിരക്കാണ് കേരളത്തിലുള്ളത്. രാജ്യസഭ 2-3 സ്റ്റേറ്റുകളിലാണ് ഉയർന്ന നിരക്കുള്ളത്. അതിൽ 2ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. നമ്മളെന്താ പ്രതീക്ഷിച്ചത്? ഈ 2 രൂപ സെസ് നമുക്ക് വരുമാനം വർദ്ധിക്കുന്നതല്ലേ. ബലത്തിൽ എന്താ ഉണ്ടായത്? ബലത്തിലുണ്ടായത് നമ്മുടെ കേരളത്തിലോടുന്ന വണ്ടികൾ, KSRTC ഉൾപ്പെടെ ഭീമമായ വില വ്യത്യാസം കൊണ്ട് പെട്രോളും ഡീസലും അതിർത്തി പ്രദേശങ്ങൾ, കർണാടകത്തിലെ പമ്പിൽ നിന്നും കോയമ്പത്തൂർ ഭാഗത്തുള്ള പമ്പുകളിൽ നിന്ന് അടിക്കുന്നത്. അതിൽ പുറമെ 15 രൂപയും 13 ഉറുപ്പ്യാണ് 1 ലിറ്റർ ഡീസലിനും പെട്രോളിനും മുകളിൽ മാഹിയിൽ കുറവ്. കേരളത്തിലെ 2 ജില്ലകളായ കോഴിക്കോടിൻ്റെയും കണ്ണൂരിനും ജില്ലയുടെ ഇടയ്ക്കാണ് ഈ മാഹി ചെയ്യുന്നത്. ഈ മാഹിയിലെ പെട്രോള് അവിടുന്ന് അടിക്കുന്നത്. അഡീഷണൽ ടാങ്കാണ് പല വാഹനങ്ങൾക്കുള്ളത്. ഇതിന് പുറമെ എത്രയോ ലക്ഷക്കണക്കിന് ലിറ്റർ ടാങ്കറിൽ കള്ളക്കടത്തായിട്ട് പോവുക. അതിൻ്റെ ഒരു ശതമാനം പോലും GST ഉദ്യോഗസ്ഥർ പിടിക്കാൻ കഴിയുന്നില്ല. അവരെ കുറ്റമല്ല. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച മാതിരി 3 വണ്ടികളാണ് മലബാറിൽ സ്കോഡിനുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ GST കൗൺസിൽ മീറ്റിങ്ങിൽ ഉദ്ദേശിച്ചപ്പോൾ അവർ പറഞ്ഞത് വേണ്ടത്ര വണ്ടിയില്ല, മുഴുവൻ അവർക്ക് പിടിക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, സമീപ പ്രദേശത്തിലെ പമ്പുകളൊക്കെ, തലശ്ശേരിയിലും വടകരയിലൊക്കെ പമ്പുകളിലെ തൊഴിലാളികൾ ശമ്പളത്തിന് ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ടായി. അവിടുത്തെ പമ്പുകളൊക്കെ ഒരു ദിവസം ഹർത്താൽ ആചരിച്ചു. അപ്പോൾ എന്തുണ്ടായി? നമുക്ക് ഈ വരുമാനം കണക്കാക്കിയത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഉള്ള വരുമാനം കുറേ ചെയ്തത്. ഇതിന് പുറമെ ഈ മാഹിയിൽ നിന്ന് ഒരു 2 വീലർ ഉദ്യോഗസ്ഥൻ ഒരു കെയിനിൽ 5 ലിറ്റർ കെയിനോ 5 ലിറ്റർ 2 കൊണ്ടുവന്നാൽ 300 രൂപയുടെ വ്യത്യാസം ഉണ്ടാവും. ഒരു സ്കൂട്ടറിലുള്ള ആൾ ട്രെയിനിൽ ഈ ഇത് കൊണ്ടുവരാം. പണ്ട് മദ്യം കൊണ്ടുവന്നിരുന്നത്, ഇപ്പോൾ ഇന്ധനം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അപകടം വളരെ അധികം ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ വെച്ചാൽ ഞാൻ കുറ്റം പറയുന്നില്ല, അത് തിരുത്താൻ തയ്യാറാവണം സർക്കാർ. അതിൽ ബഹുമാനപ്പെട്ട തയ്യാറാകുമോ എന്ന് നമുക്ക് ധനമന്ത്രിയുടെ ബജറ്റിൽ അറിയാം. ഞാൻ തിരിച്ചെത്താം ശ്രീ സി ചാക്കുണ്ണി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദുൽകിഫിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദുൽകിഫിൽ, ഈ പെൻഷൻ പ്രായം കൂട്ടാനുള്ള ആലോചനകളൊക്കെ മുമ്പുണ്ടായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുക അത്തരമൊരു നടപടിയിലേക്കൊന്നും പോകില്ലെന്ന് കരുതാം. എന്താണ് ഒരു യുവസമൂഹത്തിന് ഈ ബഡ്ജറ്റിലുള്ളൊരു പ്രതീക്ഷ? ആദ്യം ഗുഡ് മോർണിംഗ്. ഈ ഒരു ബഡ്ജറ്റ് നമ്മൾ നോക്കിക്കാണുമ്പോൾ വലിയ ഒരു പ്രതീക്ഷക്ക് വകയില്ലാത്ത രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മളെ സംസ്ഥാനം നിൽക്കുന്നത്. പ്രിയപ്പെട്ട ചാക്കുണ്ണി സാറ്
നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറെ കാലമായി, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം പല ബഡ്ജറ്റുകളിലും പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നല്ലാതെ പലതും അതിൻ്റെ അന്തിമ തീരുമാനത്തിലേക്ക് വരുമ്പോൾ പലതും നടപ്പിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ അമ്പെ പരാജയപ്പെടുത്തുന്ന ഒരു ബഡ്ജറ്റാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. യുവസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശാജനകമായ പല സമീപനങ്ങളുമാണ് ഈ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നേരത്തെ സാമൂഹ്യക്ഷേമ പെൻഷനെ കുറിച്ച് ഇവിടെ പ്രിയപ്പെട്ട വസന്ത് ഉൾപ്പെടെയുള്ള ആളുകളെ സൂചിപ്പിച്ചതുപോലെ അതിലുപരിയായിക്കൊണ്ട് നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് വിദ്യാർത്ഥി വിഭാഗം. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന LSS, USS, ഗ്രാൻഡ് ഉൾപ്പെടെ ഭിന്നശേഷി സ്കോളർഷിപ്പ് ഉൾപ്പെടെ പല സ്കോളർഷിപ്പുകളും ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി കാരണം മുടങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള പല വിഷയങ്ങളിലും പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഒതുങ്ങുന്ന തരത്തിലെ എല്ലാ ഗവൺമെൻറ്റുകളും ഒരു തരത്തിലും വീഴ്ച സംഭവിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ സ്കോളർഷിപ്പുകൾ പോലും പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ശ്രീ ബാലഗോപാൽ ഒരു പുതിയ ബഡ്ജറ്റുമായി കടന്നു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ TM തോമസ് ഐസക് നടപ്പിലാക്കിയ കിഫ്ബി എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷം കൃത്യമായി ആ വിഷയത്തിൽ അതിൻ്റെ അശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി സൂചിപ്പിച്ചതാണ്. അതൊന്നും ഒരു തരത്തിലും വകവെക്കാതെ അതുമായി മുന്നോട്ട് പോകുകയും അതിൻ്റെ ഭാഗമായി ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റിനെ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിക്കാനുള്ള സഹായങ്ങൾ അത് ലഭിക്കുക തന്നെ ചെയ്യണം. പക്ഷേ അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ചത് കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീ ദുൽകിഫിൽ, അങ്ങനെ കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞ് ഈ സംസ്ഥാനത്തിന് അധികകാലമൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാജേന്ദ്രൻ പന്തളം കൂടി ചേരുന്നുണ്ട്. ശ്രീ രാജേന്ദ്രൻ പന്തളം, നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ. സ്വാഭാവികമായും വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് ധനമന്ത്രിക്ക് ആലോചിക്കേണ്ടി വരും. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു, ജനപ്രിയ പ്രഖ്യാപനങ്ങളിലേക്കും നീങ്ങേണ്ടി വരും. അങ്ങനെ ഈ ഒരു സാഹചര്യത്തെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട്